നടത്തുന്നത് എക്സ്റ്റീരിയലിന്റെ മീറ്റിംഗ് ആട്ടോ. ഓക്കെ എക്സ്റ്റീരിയലിന്റെ മീറ്റിംഗ് ആണ് നടത്തുന്നത്. ഞാൻ കുറച്ച് റെഫറൻസുകൾ ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ നോക്കിയിട്ട് ഏതാണെന്ന് ഒരു ഐഡിയ എന്ന് പറയണേ. എനിക്ക് വാട്സപ്പ് ചെയ്യണോ? ഇല്ല ഞാനിപ്പോ കാണിച്ചു തരാം നമ്മുടെ റെഫറൻസുകൾ. എന്നിട്ട് ഞാൻ വാട്സപ്പ് ചെയ്യണമെങ്കിൽ വാട്സപ്പും ചെയ്യാം. അപ്പൊ ഇതൊരു മോഡലാണ്. ഇതൊരു പ്രീമിയം ലുക്ക് ആണ്. ബോക്സ് ടൈപ്പ് ആണ്. അടുത്തത് ഇതൊരു റൗണ്ട് ബോക്സ് ടൈപ്പ് ആണ്. ഫ്ലോപ്പ് ടൈപ്പ് ആണ് റൂഫുകളെല്ലാം വന്നിരിക്കുന്നത്. അടുത്തതൊരു കൊളാബ് ടൈപ്പ് ആണ്. ഇതൊരു അത് വേണ്ട ടൈപ്പ് ആണ്. പിന്നെ ഇത് പക്ഷെ മീറ്റിംഗിലാന്ന് പറയും. മീറ്റിംഗിലാന്ന് പറയും. അവിടെ കിട്ടില്ല. ഇതൊരു നോർമൽ ടൈപ്പ് ആണ്. ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന റൂഫ് ഷേപ്പും വേണ്ട ബോക്സ് ടൈപ്പ് വേണ്ട. ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു കണ്ടംപററി ടൈപ്പ് ആണ്. സ്ലോപ്പ് ചരിഞ്ഞ് വന്നിരിക്കുന്നത്. പിന്നെ ഇതും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. ബോക്സ് ടൈപ്പ് വിത്ത് സ്ലോപ്പ് റൂഫ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നില്ലേ? ഞാൻ 2-3 ഫോട്ടോസ് ഇപ്പൊ അയച്ചു തന്നിട്ടുണ്ടോ? അല്ല, നിങ്ങൾ കുറച്ച് മുമ്പ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അതാണോ? എന്തെങ്കിലും മോഡൽ കൈവശം ഉണ്ടോ? ഏകദേശം ഇതൊന്ന് നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് ഇന്ത്യക്ക് ഒന്ന് അയക്കോ? നിങ്ങൾ ഇന്ത്യയിൽ എങ്ങനെയാന്നുള്ളത്. അതായത് ഇതൊന്ന് ഷെയർ ചെയ്ത് തരാനോ? ഒന്ന് നിങ്ങൾ 2-3 ഏകദേശം ഈ തീം ഇപ്പൊ നിങ്ങൾ അയച്ച തീമില്ലേ? ഈ തീം അതേപോലത്തെ. കളറൊക്കെ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോങ് ആയിരിക്കണം. അതായത് വീട് ചെറുതായിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ ലോങ് ആയിട്ട് കൊടുക്കുമ്പോഴേ വീട് ചെറുതായിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലോങ് ആയിരിക്കണം. ലോങ് ആയിട്ട് കൊടുക്കും. കളറുകളൊക്കെ ഈ ഞാൻ നിങ്ങൾക്ക് അയച്ചെന്ന് നോക്കിയിട്ട് വാട്സപ്പിൽ എന്താണ് ഞാൻ അയച്ചെന്നില്ല നിങ്ങൾക്ക്? അതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്താ എപ്പോഴാ അയച്ചിരിക്കുന്നത്? ഞാൻ കുറച്ച് ഇന്നലെ മിഞ്ഞാന്നിട്ട് അയച്ചതാണ് വാട്സപ്പില്. ഒരു വീഡിയോ കണ്ടു. ഈ വീട്ടില് മനോഹരമായിട്ടുള്ള ഒരു പാഷ്യോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില് ഇമേജ് ആയിട്ടാണ് അയച്ചേക്കണേ. അതെ. ഓക്കെ ഞാൻ വാട്സപ്പും കൂടെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഇതാണോ? അതെ. അത് നിങ്ങളൊന്ന് ഇതാക്കോ. ഇതാണ് നമുക്ക് കിട്ടുന്ന വ്യൂ. മനസ്സിലായ? ഈ ഒരു പോർഷൻ എടുത്ത ഫോട്ടോ അല്ലേ? ഇതാണ് നമ്മളെ ശരിക്കും വരുന്ന വ്യൂ. അതായത് ഇതിന്റെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഇതാണ് ആ പ്ലാന്. മനസ്സിലായോ? ആ പ്ലാനിൽ ഞാൻ വരച്ചൊരു ഡിസൈൻ ആണത്. ഇതാണ് നിങ്ങളുടെ റെഫറൻസ് വരുന്നത്? അതായത് റെഫറൻസ് അല്ല, ഇതാണ് ഞാൻ വരച്ചത്. അതായത് സത്യത്തിൽ ഈ ഒരു പോയിന്റിൽ നിങ്ങളെ കൊണ്ട് വരപ്പിച്ചപ്പോൾ ഇത് വേറെ ടീമിനെ കൊണ്ട് വരപ്പിച്ചതാണ്. പക്ഷെ ഇതെല്ലാം കൂടി വന്നപ്പോ എന്താ വെച്ചാൽ ഇത് കണ്ട കുറെ ബോക്സ് ആയി. ഒരുപാട് ബോക്സ് വന്നു. ഒരുപാട് ബോക്സ് ടൈപ്പ് വേണ്ട. അങ്ങനെ ഒരുപാട് ബോക്സ് ആക്കാതെ ഒരു ഇതാക്കുക. ഇതിന്റെ അടുത്ത് ഓൾറെഡി ഒരു കുതിര ഉള്ളതാണ്. കുതിര ഉണ്ട്. അതാണ് ആ സൈഡിൽ കണ്ടോ? ഒരു കുതിര വെച്ച് കണ്ടോ? കണ്ടോ? ആ ഫോട്ടോത്തിൽ സൈഡിൽ കണ്ടോ കുതിര? കണ്ടോ? നമുക്ക് ഈ റെഫറൻസ് വെച്ച് നമുക്ക് അതിന്റെ കളറുകളെല്ലാം ആഡ് ചെയ്യും. കളറെല്ലാം ഈ റെഫറൻസ് ഉപയോഗിച്ചല്ലേ കളറുകള്? ഞാൻ അതന്നെ നിങ്ങൾ മൈൻഡ് കൂടി സെറ്റ് ആണ്. കാരണം വെച്ചാൽ എനിക്കതൊരു രസമുണ്ട് എന്നാ രസമില്ല ആ കോലത്തിലാണ് നിൽക്കുന്നത്. കണ്ടോ? കോണി സ്റ്റെപ്പിനോട് വെളിച്ചം കയറാൻ വേണ്ടി അങ്ങനെ പറഞ്ഞപ്പോ അവിടെ ഇത് കൊടുത്തു. ഈ നിസ്കാർ റൂമിന്റെ ഇവിടെ കണ്ടോ? റെഫറൻസ് നമുക്കൊന്ന് പിക്ക് ചെയ്ത് തരുമോ? എന്നിട്ട് നമുക്ക് അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്തണം. നമ്മൾ ഈ ഒരു പിക്ക് റെഫറൻസ് ആയിട്ട് എടുക്കട്ടെ? അങ്ങനെ ചെയ്ത് നോക്കി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അതേപോലെ തന്നെ ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ ഒരു സാധനം കൂടി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണ്. ഞാൻ വാട്സപ്പിലേക്ക് അയച്ചേനെ. വാട്സപ്പിലേക്ക് അയക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കോ. അതുണ്ടോ? അതാണ് ആ ലൈറ്റ് ഒക്കെ പോയിക്കണോ നിങ്ങള്? ലൈറ്റ്സ് നമുക്ക് അഡീഷണൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കണ്ട. ബോക്സ് ഉണ്ടോ? വലിയ ബോക്സ് അല്ലേ? കണ്ടോ? വലിയ ബോക്സ് ആയിട്ട്. ഇതാണ് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്.
അതായത് ഇതിപ്പോ എന്താ വെച്ചാൽ വലിയ ഡിസൈനും അല്ല, എന്നാ കാണുമ്പോൾ വല്ല ഹൈലൈറ്റഡ് കാണിക്കണില്ലേ, സിമ്പിൾ ഓക്കെ, അപ്പൊ വർക്കാണ്. കുറച്ച് ഹൈലൈറ്റ് ആയിരിക്കണം, കുറച്ച് ലൈറ്റ്സ് ഒക്കെ വേണം. ഈ കളർ ഇത് ഓക്കെ ആണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ കുഴപ്പമില്ലാത്തൊരു കളറാണ്. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ റൂഫുകളൊക്കെ ഈ മോഡൽ തന്നെയാണോ ഉപയോഗിച്ച് ഉദ്ദേശിക്കുന്നത്? റൂഫ് അതായത് ഇപ്പൊ ഇതില് ബോക്സ് ടൈപ്പ് ആണ് റൂഫ് വന്നിരിക്കുന്നത്, അങ്ങനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ബോക്സ് നമുക്ക് നമ്മുടെ കേരളത്തിൽ പ്രകൃതി പ്രശ്നമില്ലല്ലോ. കേരളത്തിലൊന്നും പ്രശ്നമില്ല. ഇപ്പൊ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് റൂഫ് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് നോക്കി നോക്കട്ടോ, അങ്ങനെ നോക്കി സ്ട്രക്ചർ നോക്കിയിട്ട് ആക്കാം. അതായത് ഇത് ഈ ഒരു റെഫറൻസ് ഉപയോഗിച്ച് ഒരു സ്ട്രക്ചർ ആക്കാം, എന്നിട്ട് അത് കണ്ടിട്ട് ശേഷം നമുക്ക് അത് ഓക്കെ ആണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താം. എന്നിട്ട് മറ്റേ കൂടി നോക്കിയാൽ മതി. മറ്റേതിലാണെങ്കിൽ ഇപ്പൊ മറ്റേ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം ചെയ്ത് ഞാൻ അയച്ചെന്നില്ല നിങ്ങൾക്ക്. അതിലിപ്പോ ഒരു അത് ഓപ്പൺ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഒരു സുമാർ കേട്ടോ, ഇതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഒരു ഇതുണ്ടോ, ഒരുപാട് അങ്ങോട്ട് മിക്സ് ആയി, ഒരുപാട് കളറുകൾ വന്നു അതില് കണ്ടങ്ങള്. രണ്ട് കളറാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ വൈറ്റ് ആൻഡ് ഇതിലിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഈ മേലത്തെ ഈ ലിവിംഗ് റൂം ഉണ്ടോ, സിറ്റ് ഔട്ട്, ഈ സിറ്റ് ഔട്ട് മൊത്തത്തിൽ ഒന്നാക്കുക. അതായത് മറ്റേ ബേബി റൂമിൻ്റെതും ഈ സിറ്റ് ഔട്ടും ഒറ്റ കള്ളിയായിട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഐഡിയ ചെയ്ത് നോക്കി കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് ഈ റൂഫ് ഈ മോഡലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ റൂഫ് ഇങ്ങനെ ഒന്നും വേണ്ട, മറ്റേ പ്ലെയിൻ നമ്മൾ സ്ക്വയർ ചെയ്തില്ല നേരത്തെ, അത് തന്നെ മതി. അത് തന്നെ മതി. അതല്ല വൃത്തി. നിങ്ങൾ ഏതാ എനിക്കറിയില്ല, ഏതാ നിങ്ങൾ നോക്കിട്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഈ രണ്ട് റെഫറൻസ് ഉപയോഗിച്ച് നമുക്ക് പ്ലാൻ അനുസരിച്ച് സ്ട്രക്ചർ വരയ്ക്കാം. ആയിക്കോട്ടെ. എന്നിട്ട് കളർ നമ്മൾ ഏറ്റവും ലാസ്റ്റ് അയച്ചൊന്നും അത് ഉപയോഗിക്കുന്നത്, ഇത് രണ്ടും ഉപയോഗിച്ച് സ്ട്രക്ചർ വരച്ചിട്ട് സ്ട്രക്ചർ കാണിച്ചു തരാം. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതുമായി മുന്നോട്ട് പോവാം. ആയിക്കോട്ടെ. ഈ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് കുഴപ്പമില്ലാത്തൊരു അല്ലേ, ഈ മോഡലിലെ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് വേണം. റോള് കണ്ടോ, റോള് റൗണ്ട് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇതിൽ തന്നെ കാണും. ഈ രീതിയിൽ സിറ്റ് ഔട്ട് റൗണ്ട് കൊടുത്തിട്ട് കുഴപ്പമില്ലെന്ന് തോന്നി എനിക്ക് കണ്ടിട്ട്. അതൊക്കെ നല്ല ഒരു ആർട്ട് വർക്ക് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചോദിച്ചില്ലേ, നമ്മളെ ലിവിംഗ് റൂമിന്റെ നേരെ പൊക്കം വരെ ജനൽ ബേബി വിൻഡോന്റെ മോൾക്ക് എന്തെങ്കിലും കൊടുക്കണോ എന്തൊക്കെ ചോദിച്ചിരുന്നല്ലോ. ഇവര് അവിടെ എന്ത് ചെയ്ത് പെർഗോള കൊടുത്തിട്ടുണ്ട്, പക്ഷെ പെർഗോളൊക്കെ എന്ത് കൊടുത്തിട്ടില്ല, സെൻസേർഡ് കൊടുത്തിട്ടില്ല. സെൻസേർഡ് കൊടുത്തില്ലെങ്കിൽ ഉള്ളിലോട്ട് വെള്ളം വരും ചെയ്യും. അത് ഭയങ്കര ബോറിംഗ് ആണ്, പഴയ മോഡലുമാണ്. അതൊക്കെ പെർഗോള കൊടുക്കണം. അല്ല, പെർഗോള വേണ്ട, അവിടെ അങ്ങനത്തെ മോഡൽ വേണ്ട. വേറെ ഏതെങ്കിലും ഒരു റോളിങ്ങോ റൗണ്ടോ, അതൊക്കെ കാണുന്ന ഏരിയ, മെയിൻ കാണുന്ന പോർഷനാണ് ഈ ഒരു പോർഷൻ. നിങ്ങളിപ്പോ ഈ ഫോട്ടോത്തിൽ പോർഷൻ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കണം, പെട്ടെന്ന് ഒരു ഹൈലൈറ്റും വേണം. അതാണ് ഇത് അല്ലേ? അതെ. സിമ്പിൾ വർക്ക് കാണുമ്പോ സിമ്പിൾ ആണ്, അടിപൊളിയാണ്, ആ ഒരു ഫീലിംഗ് വരും. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിരിക്കണം, കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നിയെങ്കിലും കുറച്ച് ഹൈലൈറ്റ് ആയിരിക്കണം. അതെ, പണം തുച്ഛം ഗുണം മെച്ചം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഈ രണ്ട് റെഫറൻസ് ഉപയോഗിച്ച് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.